പച്ചപ്പും പുൽമേടുകളും ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അതിനാൽ ഈ പച്ചപ്പും ഹരിതാഭയും തേടി പോകുന്നവരെ മാടി മാടി വിളിക്കുകയാണ് പുനലൂർ നഗരം. അതിൻ്റെ തെളിവാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ പുനലൂർ ഫെസ്റ്റ് കാണാനെത്തുന്നവർക്കായി റോഡിൻ്റെ വശങ്ങളിൽ പുൽഫെസ്റ്റ് ഒരുക്കിയിരിക്കുകയാണ് പുനലൂർ നഗരസഭ. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പുനലൂർ ഫെസ്റ്റ് നടത്താനായി തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തികൾ മുടക്കിയിരിക്കുന്നത്. എന്നാൽ ഫെസ്റ്റ് കാണാനായി കുടുംബസമേതവും അല്ലാതെയും എത്തുന്നവർക്കായി നടപ്പാതയിലൂടെയുള്ള സുരക്ഷിതമായ കാൽനടയാത്ര പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ നഗരസഭ ഒരുക്കിയിട്ടില്ല എന്നതാണ് സത്യം. റോഡിൻ്റെ വശങ്ങളിൽ പുല്ലും പാഴ്ചെടികളും നിറഞ്ഞ കാഴ്ചയാണ് പുനലൂരിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. തിരക്കേറിയ ചൗക്കാർ റോഡിലെ നടപ്പാതയിൽ ഒരാൾ പൊക്കത്തോളമാണ് റോഡിൻ്റെ വശങ്ങളിൽ പുല്ല് വളർന്നിരിക്കുന്നത്. Кажется, പാഴ്ചെടികളുടെ ചില്ലകൾ റോഡിലേക്ക് വളർന്നിറങ്ങിയിരിക്കുന്നതിനാൽ വളവുകളിൽ എതിർദിശയിൽ നിന്നു വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് പരസ്പരം കാണാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ട്. ഇത് പ്രധാനമായും അപകടക്കെണിയായി മാറുമെന്നാണ് വാഹനയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നത്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ പുനലൂർ ഫെസ്റ്റ് നടക്കുന്ന ചെമ്മന്തൂർ സ്റ്റേഡിയം റോഡിലും സ്ഥിതി മറിച്ചല്ല. ബാരിക്കേഡുകൾ വരെ മറച്ചാണ് പുല്ലുകൾ വളർന്നിരിക്കുന്നത്. പകലും ഇരവും ഒരുപോലെ തിരക്കേറിയ റോഡായതിനാൽ ഇതുവഴി വരുന്ന കാൽനടയാത്രക്കാർക്ക് പുല്ല് വളർന്നിരിക്കുന്നത് വലിയ ഭീഷണിയാണ്. അതിനാൽ റോഡ് സൈഡിൽ കൂടെ പോകാൻ സാധിക്കാത്തതിനാൽ മെയിൻ റോഡിൻ്റെ നടുവിൽ കൂടിയാണ് ആളുകൾ പലപ്പോഴും സഞ്ചരിക്കുന്നത്. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന പേടിയും ജനങ്ങൾക്കുണ്ട്. നഗരസഭയുടെ പിടിപ്പുകേടും എഴുത്ത് വിഭാഗം അധികൃതരുടെ അനാസ്ഥയുമാണ് സ്ഥിതി ഇത്രത്തോളം എത്തിച്ചെന്നുള്ള ആക്ഷേപവും ശക്തമായി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ പുനലൂർ ഫെസ്റ്റ് കാണാനായി പുനലൂരിൽ നിന്ന് മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. അതിനു മുന്നോടിയായി പുനലൂർ നഗരസഭ അധികൃതർ ഇടപെട്ട് ഈ കാര്യത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നാണ് പുനലൂർ നിവാസികളുടെ ആവശ്യം. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.